ഹായ്, സ്പോക്കൺ ഹിന്ദിയുടെ 35ാമത്തെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇപ്പം എന്താണ് 50 സെൻറ്റൻസുകളാണ്. ഓക്കെ, 50 സെൻറ്റൻസിൽ ചെറിയ ചെറിയ വേർഡ്സ് വരുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ വേർഡ് എങ്ങനെയാണ് രൂപപ്പെട്ടത്, അതുമായിട്ട് എങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കിയത് എന്നൊക്കെ ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയി കാണുക. അതുകൂടാതെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ വരാൻ താല്പര്യമുള്ള ആൾക്കാർ എന്തായാലും വരിക. നമുക്കിപ്പം നല്ല 200 സംതിങ് മെമ്പേഴ്സ് ഉണ്ട്. അത് ഫ്രീ ആയിട്ടാണ്. അവർ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അതിന് വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ 50 സെൻറ്റൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ. അതിൽ എത്ര വേർഡ്സ് ഉണ്ടാവും? 50 സെൻറ്റൻസ് ഉണ്ടാവും. മിനിമം ഒരു 150 വേർഡ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ വേർഡ്സിൻ്റെ അർത്ഥവും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അതിൽ വരുന്ന ഗ്രാമറും പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, നമുക്ക് കാണാം വീഡിയോ. നമുക്ക് നോക്കാം ഇന്നത്തെ ക്ലാസ്സിൽ. കോയി ദർവാസെ पर खटखटाया. ठीक है, ആരോ വാതിലിൽ മുട്ടി. കോയി ദർവാസെ पर खटखटाया. ठीक है, खटखटाया എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോ വാതിലിൽ വന്ന് മുട്ടി എന്നാണ്. ഓക്കെ, ആരോ തട്ടി മുട്ടി എന്നൊക്കെ. ഓക്കെ, കൗശിക് 7 बजे से घूम रहा है. കൗശിക് 7 മണി മുതൽ കറങ്ങിക്കൊണ്ടിരിക്കുക. ठीक है, घूमना എന്ന് പറഞ്ഞാൽ എന്താണ്? കറങ്ങുക. घुमाന കറക്കുക. കൗശിക് 7 बजे से, കൗശിക് 7 മണി തൊട്ട് 7 बजे से घूम रहा है. वो बंदा घूम रहा है എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കൗശിക് 7 बजे से घूम रहा है. കൗശിക് 7 മണി തൊട്ട് കറങ്ങുന്നുണ്ട്. ഉസേ വിദാ കർ ദോ, അവനെ പറഞ്ഞയക്കൂ. ഉസേ വിദാ കർ ദോ എന്ന് പറഞ്ഞാൽ അവനെ പറഞ്ഞയക്കൂ എന്നാണ്. ഓക്കെ, ജബ് കബി ബി, എപ്പോഴെങ്കിലും. ജബ് കബി ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴെങ്കിലും. തും മേരാ പീച്ച കർ രഹേ തേ, തും മേരാ പീച്ച കർ രഹേ തേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. പീച്ച കർ രഹേ തേ എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്തുടരുക. അപ്പോൾ തും മേരാ പീച്ച കർ രഹേ തേ, നിങ്ങൾ എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. മേ പതാ ലഗാ ലൂങ്കാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ കണ്ടുപിടിച്ചോളാം. മേ പതാ ലഗാ ലൂങ്കാ എന്ന് പറഞ്ഞാൽ മേ പതാ ലഗാ ലൂങ്കാ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടുപിടിച്ചോളാം. വേ ഏക് ദൂസരെ സെ നഫറത്ത് കർത്തെ തേ. വേ അവർ. ठीक है, वह അവൻ അല്ലെങ്കിൽ അവൾ. വേ അവർ. ठीक है, വേ एक दूसरे से പരസ്പരം एक दूसरे से നഫറത്ത് करते थे. आपस में എന്ന് പറയാം, कोई दिक्कत नहीं. ബട്ട് നമുക്ക് നല്ല വൃത്തി പറയണം. വേ एक दूसरे से നഫറത്ത് करते थे. നഫറത്ത് करना വെറുക്കുക. ठीक है, ഇതൊക്കെ എൻ്റെ കഴിഞ്ഞ മീൻസ് നമ്മുടെ ഗ്രൂപ്പിൽ എന്നോട് ചോദിച്ചതായിരുന്നു. മിസ്റ്റർ അബൂബക്കറാണെന്ന് തോന്നുന്നു. എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നഫറത്ത് കർണ എന്താണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വേർഡാണിത്. ठीक है, വേ ഏക് ദൂസരെ സെ നഫറത്ത് കർത്തേ. കുറച്ച് പിന്നിലുണ്ടായിരുന്നില്ലേ പീച്ച കർത്താത, പിന്തുടരുക. അതും ഞാൻ കണ്ടിരുന്നു, യൂട്യൂബിൽ കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനും ഞാനൊരു സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, മുജ്സെ ആകെ ചലോ, എൻ്റെ മുന്നിൽ പോവും. മുജ്സെ മുജ്സെ. ठीक है, എൻ്റെ മുന്നിൽ പോവും. നീ എൻ്റെ മുന്നിൽ പോകുന്ന എങ്ങനെ പറയും നമ്മൾ? മുജ്സെ ആകെ ചലോ, എന്നെ മുന്നിലൂടെ പോവൂ. ठीक है, തോടി ദേർക്കെ ബാദാന, കുറച്ച് കഴിഞ്ഞിട്ട് വരണം എന്ന് പറയും. നമ്മങ്ങനെ പറയാം, കുറച്ച് കഴിഞ്ഞിട്ട് വരണം എന്ന് നമ്മളെങ്ങനെ പറയും? തോടി ദേർക്കെ ബാദ് ആന, അല്ലെങ്കിൽ തോടി ദേർക്കെ ബാദ് ആവോ. റെസ്പെക്റ്റോട് കൂടിയിട്ട് പറയാം നമുക്ക്. തോടി ദേർക്കെ ബാദ് അയ്യേ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഏജിലുള്ള ഒരാളോട് പറയുമ്പോൾ നമ്മളങ്ങനെ പറയും ബായി എന്ന് പറയില്ലല്ലോ നമ്മൾ മൂത്തൊരാളെ പറയുമ്പോൾ. അപ്പോൾ നമ്മളെന്ത് പറയും? തോടി ദേർക്കെ ബാദ് അയ്യേ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് വരൂ. ഒരേ ഏജിലുള്ളവരോട് നമുക്ക് പറയുമ്പോൾ തോടി ദേർക്കെ ബാദാന എന്ന് പറയാം. ठीक है, നോക്കാം. സൂയി ഓർ ധാഗ കഹാ ഹേ. സൂയി എന്ന് പറഞ്ഞാൽ സൂചി. ഓക്കെ, സൂയി ശ്രദ്ധിക്കണം. സൂയി എന്ന് പറഞ്ഞാൽ സൂചിക്കാണ് നമ്മളെന്ന് പറയുന്നത് സൂയി എന്ന് പറയുന്നത്. ठीक है, ധാഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ധാഗ എന്ന് പറഞ്ഞാൽ നൂലിനാണ് നമ്മൾ ധാഗ എന്ന് പറയുന്നത്. അപ്പോൾ സൂയി ഓർ ധാഗ കഹാ ഹേ, സൂചി നൂല് എവിടെയാണ്? ठीक है, മേരെ ജൂത്തേ കഹാ ഹേ, ആൻഡ് ഷൂസ് എവിടെയാണ്? എന്തുകൊണ്ട് മേരെ വന്നു? ജൂത്തേ എന്ന് പറയുന്ന ഒരു പുല്ലിംഗം, എന്താണ് ജൂത്തേ എന്ന് പറയുന്നത്? എന്താണ്? ഒരു ബഹുവചനമാണ്. ഓക്കെ, അതുകൊണ്ടാണ് മേരെ ജൂത്തേ കഹാ ഹേ എന്ന് വന്നത്. ഓക്കെ, മേരെ ജൂത്തേ കഹാ ഹേ, മേരാ ജൂത്തേ കഹാ ഹേ എന്ന് പറയരുത്. ഓക്കെ, മേരെ ജൂത്തേ തന്നെ പറഞ്ഞ് പഠിക്കണം. സന്ത്ര ചീല്ലോ. സന്ത്ര എന്ന് പറഞ്ഞാൽ ഓറഞ്ചിനാണ് നമ്മളിത് പറയുന്നത് സന്ത്ര എന്ന് പറയുന്നത്. ठीक है, സന്ത്ര. ചീൽന എന്ന് പറയാം, തൊലി കളയുന്നതിന് നമ്മൾ ചീൽന എന്ന് പറയും. ठीक है, ചീൽന. ठीक है, അപ്പം സന്ത്ര ചീല്ലോ, ഓറഞ്ചിൻ്റെ തൊലി കളയൂ. ഇപ്പം ഞാനിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ സന്ത്രയൊക്കെ പറയുന്നത് നമുക്ക് വേറെയും നമുക്ക് ഉണ്ടാകാം. പൈനാപ്പിൾ. ठीक है, പൈനാപ്പിളിൻ്റെ തൊലി കളയാം. മാങ്ങ. ठीक है,
മാങ്ങ എന്ന് പറയും ആം എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് യെ കബ് ശുരു ഹോത്താ ഹെ, യഹ് ഇത്, ഓക്കെ, വഹ് അത്. ഓക്കെ, ഇവിടെ അത് എന്ന് എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ യെ കബ് ശുരു ഹോത്താ ഹെ, ഇത് എപ്പോൾ ആരംഭിക്കും, ഇത് എപ്പോൾ ആരംഭിക്കും. യെ കബ് ശുരു ഹോത്താ ഹെ, വ കാം ശുരു മത് കറോ, അത് തുടങ്ങരുത് എന്നാണ്. ടീക്ക് വ കാം ശുരു മത് കറോ എന്ന് പറഞ്ഞാൽ ആ പണി തുടങ്ങരുത് എന്ന് പറയാറില്ലേ. ഏടാ യാർ വോ കാം ശുരു മത് കറോ, ഇപ്പോൾ പണി തുടങ്ങില്ല എന്ന് പറയാൻ വേണ്ടി നമുക്ക് അബി കാം ശുരു മത് കറോ എന്ന് പറയാം. ടീക്ക് ആ പണി ചെയ്യരുതെന്ന് എങ്ങനെ പറയും, വ കാം ശുരു മത് കറോ, അതിപ്പോൾ തുടങ്ങരുത്, ചെയ്യരുത് എന്നല്ല തുടങ്ങരുത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി ശുരു കർണ, സ്റ്റാർട്ട് ചെയ്യുക. ടീക്ക് അതുപോലെ തന്നെ കത്തം കർണ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് കത്തം കർണ. ടീക്ക് കത്തം കർണ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യുക. ടീക്ക് യെ ബഹുത് ചോട്ടാ ഹെ, ഇത് വളരെ ചെറുതാണ്. യെ ബഹുത് ചോട്ടാ ഹെ, ഇത് വളരെ ചെറുതാണ്. ടീക്ക് യെ ബഹുത് ചോട്ടി ഹെ എന്ന് പറയാം. അതെന്തായിരിക്കും, നമ്മളിപ്പോൾ ഇത് ചെറുതാണെന്ന് പറഞ്ഞു. യെ ബഹുത് ചോട്ടാ ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഗ്ലാസ് ആവാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഗാഡി നമുക്ക് പറയാം. യെ ബഹുത് ചോട്ടാ ഹെ എന്ന് പറയരുത് നിങ്ങൾ. ടീക്ക് എന്ന് പറയണം യെ ഘർ ബഹുത് ചോട്ടാ ഹെ എന്ന് പറഞ്ഞാൽ ഈ വീട് ചെറിയതാണ് അല്ലേ. അതുപോലെ തന്നെ യേ ഗാഡി ബഹുത് ചോട്ടി ഹെ എന്ന് പറയും. കാരണം എന്താണ്, ആ ഗാഡി എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ്, അപ്പോൾ ചോട്ടി ഹെ എന്ന് പറയും. ഓക്കെ, അബി തോ ബസ് ശുരുവാത്ത് ഹെ, അതാണ് ഇതൊരു തുടക്കം, ഇപ്പോൾ ഉള്ളതൊരു തുടക്കം മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ പറയും അബി തോ ബസ് ശുരുവാത്ത് ഹെ. ടീക്ക് ഹെ, മേരാ സമയ ബി ആയേഗ, മേരാ സമയ ബി ആയേഗ എന്ന് പറയുന്നത് എൻ്റെ ഈ സമയം വരും എന്നാണ്. ടീക്ക് ഹെ, മേരാ സമയ ബി ആയേഗ. ഇവർ ഡോ ഹാസൈഡ് ആയതില്ലേ, അപ്പോൾ നമുക്ക് അങ്ങനെ പറയാം, നമുക്ക് പറയാം മേരാ സമയ ബി ആയേഗ, എൻ്റെ ഈ സമയം വരും. ഓക്കെ, മേ ഭഗവാൻ മേ യക്കീൻ നെഹി കർണ, യക്കീൻ നെഹി കർത്ത എന്ന് പറഞ്ഞാൽ യക്കീൻ കർണ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. ടീക്ക് മേ ഭഗവാൻ മേ യക്കീൻ നെഹി കർത്ത എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ടീക്ക് യക്കീൻ കർണ വിശ്വസിക്കുക. ടീക്ക് നെക്സ്റ്റ് മുझे പതാ ഹെ കോൺ കോൺ ഹെ, എനിക്കറിയാം ആരാണെന്ന്. ടീക്ക് ആരൊക്കെയാണെന്ന്. ടീക്ക് മുझे പതാ ഹെ കോൺ കോൺ ഹെ, ആരാണെന്ന് എനിക്കറിയാം. ടീക്ക് ആരൊക്കെയാണെന്ന് എനിക്കറിയാം. ടീക്ക് മുझसे दूर हो जाओ, എന്നിൽ നിന്ന് അകന്നു പോ. ടീക്ക് ഒഴിഞ്ഞു മാറും എന്നൊക്കെ പറയാം. അപ്പം മുझसे दूर हो जाओ എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറും. ടീക്ക് യഹാ മേരെ പാസ് ബൈഠോ, ഇവിടെ എൻ്റെ അരികിലിരിക്കൂ. എങ്ങനെ പറയും നമ്മൾ, യഹാ മേരെ പാസ് ബൈഠോ, മേരെ പാസ് ബൈഠോ. ടീക്ക് മേരെ പാസ് ആവോ, എൻ്റെ അടുത്തേക്ക് വാ. മേരെ പാസ് ബൈഠോ എന്ന് പറഞ്ഞാൽ എൻ്റെ അരികിൽ ഇരിക്കൂ. ടീക്ക് ഓർ ക്യാ നയാ ചൽ രഹാ ഹൈ, പിന്നെ എന്തൊക്കെയാണ് വിശേഷം എന്ന് പറയാറില്ല നമ്മൾ. ആദ്യം പറയും നമ്മൾ ആജ് ക്യാ ബൈ ക്യാ ഹാലേ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട് അല്ലേ. പിന്നെ പറഞ്ഞു ആജ്കൽ ക്യാ ചൽ രഹാ ഹൈ, ഈ കുറച്ച് ദിവസമായിട്ട് എന്തൊക്കെയുണ്ട്, എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് പറയുമ്പോൾ ആജ്കൽ ക്യാ ചൽ രഹാ ഹൈ. ഓർ ക്യാ നയാ ചൽ രഹാ ഭായി, പിന്നെ വേറെന്താ വിശേഷം എന്ന് പറയും. പിന്നെ വേറെന്താ വിശേഷം എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ പറയും ഓർ ക്യാ നയാ ചൽ രഹാ ഹൈ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് വിശേഷം. ടീക്ക് ക്യാ ഹാൽ ഹേ നിങ്ങൾക്ക് അറിയാമല്ലോ, ക്യാ ഹാൽ ചാൽ ഹേ എന്ന് പറയും അല്ലേ. ക്യാ ഹാൽ ചാൽ ഹേ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് വിശേഷം. ഓക്കെ, ആജ് സഭ ഹോഗി എന്ന് പറഞ്ഞാൽ ഇന്നൊരു യോഗം ഉണ്ടാവും. സഭ എന്ന് പറയുന്നത് സ്ത്രീലിംഗ ശബ്ദമാണ്, അതുകൊണ്ടാണ് ആജ് സഭ ഹോഗി എന്ന് പറഞ്ഞത്. ടീക്ക് തുമ്നെ മോക്ക ഗവാദിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുത്തി. ടീക്ക് തുമ്നെ മോക്ക ഗവാദിയ എന്ന് പറഞ്ഞാൽ മോക്ക എന്ന് പറഞ്ഞാൽ അവസരം, ചാൻസിനാണ് നമ്മളെന്ന് പറയുന്നത് മോക്ക എന്ന് പറയുന്നത്. ടീക്ക് ഗവാന എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുത്തി. ടീക്ക് ഗവാദിയ നഷ്ടപ്പെടുത്തി. ഓക്കെ, തും ज़्यादा दूर नहीं जाना എന്ന് പറഞ്ഞാൽ നീ അധികം ദൂരം പോകരുത്. തും ज़्यादा दूर नहीं जाना, मेरे पास ही रहना. ठीक है, मेरे पास आ जाना. तुम ज़्यादा दूर मत जाना, अरे तुम ज़्यादा दूर नहीं जाना. ठीक है, मैंने रास्ता में उसे देखा എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ വഴിയിൽ കണ്ടു എന്നാണ്. ठीक है, मैंने रास्ता में उसे देखा, रास्ता എന്ന് പറഞ്ഞാൽ വഴി. ഓക്കെ, വഴിയിൽ ഞാൻ അവനെ കണ്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ठीक है, मैंने रास्ता में उसे देखा. हम लोग भागने लगे എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓടാൻ തുടങ്ങി. ടീക്ക് ഹം ലോഗ് ഭാഗനെ ലഗെ, ഹം ലോഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും, തും ലോഗ് നിങ്ങളെല്ലാവരും, ടീക്ക് ആപ് ലോഗ് താങ്കളെല്ലാവരും. ടീക്ക് അതുപോലെ തന്നെ ഈ ഹം ലോഗ്, തും ലോഗ്, ഹം ലോഗ്, ടീക്ക് ആപ് ലോഗ് ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ടീക്ക് ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടെങ്കിൽ നമുക്ക് ഹം ലോഗ് എന്ന് പറയാം. ഓക്കെ, രാത്ത് ഭർ ബാരിഷ് ഹോത്തി രഹി, ബാരിഷ് എന്ന് പറഞ്ഞൊരു സ്ത്രീലിംഗ ശബ്ദമാണ്, അതുകൊണ്ടാണ് ഹോത്തി രഹി എന്ന് വന്നത്. ടീക്ക് രാത്ത് ഭർ രാത്രി മുഴുവൻ. ടീക്ക് രാത്ത് ഭർ എന്ന് പറഞ്ഞാൽ എന്താണ്, രാത്രി മുഴുവൻ. ഓക്കെ, രാത്ത് ഭർ ബാരിഷ് ഹോത്തി രഹി, മഴ പെയ്തുകൊണ്ടേയിരുന്നു എന്നും അങ്ങനെ പറയും നമ്മൾ, രാത്ത് ഭർ. ടീക്ക് ദിൻ ഭർ എന്ന് പറഞ്ഞാൽ എന്താണ്, ദിവസം മുഴുവൻ. രാത്ത് ഭർ എന്ന് പറഞ്ഞാൽ എന്താണ്, രാത്രി
മുഴുവൻ. ठीक है, മഹീനെ ഭർ എന്ന് പറഞ്ഞാൽ മാസം മുഴുവൻ. ठीक है, ഹഫ്തേ ഭർ എന്ന് പറഞ്ഞാൽ ആഴ്ച മുഴുവൻ. അപ്പോൾ നമുക്ക് ഈ ഭർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അച്ചാനക് സെ ബാരിഷ് ശുരു ഹോ ഗയി. അച്ചാനക് സെ പെട്ടെന്ന്, ठीक है, പെട്ടെന്ന് വിചാരിച്ചു പോലുമില്ല. അച്ചാനക് സെ ബാരിഷ് ശുരു ഹോ ഗയി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി, പെട്ടെന്ന് അല്ലേ. അബ് ബാരിഷ് ബന്ദ് ഹോ ഗയി ഹൈ, ഇപ്പോൾ മഴ മാറി. അബ് ഇപ്പോൾ ബാരിഷ് മഴ ബന്ദ് ഹോ ഗയി, മഴ പോയി, മഴ തീർന്നു എന്നാണ് അർത്ഥം. ഓക്കെ, ऐसे गलती से हुआ यार, അത് അബദ്ധത്തിൽ പറ്റിയതാണ്. ऐसे गलती से हुआ എന്ന് പറഞ്ഞാൽ അത് അബദ്ധത്തിൽ സംഭവിച്ചതാണ്. ठीक है, गलती से होना അബദ്ധത്തിൽ പറ്റുക എന്നാണ്. ठीक है, ഗൽത്തി തെറ്റ് എന്നാണ്. പക്ഷേ നമ്മൾ ഗൽത്തി സെ ഹോന എന്നുള്ളൊരു വേർഡ് ഉപയോഗിക്കും, അതെന്തായി അബദ്ധത്തിൽ സംഭവിച്ചു എന്നുള്ള രീതിയിലായി. ठीक है, ये तुम्हारी गलत फहमी है. ठीक है, തെറ്റിദ്ധാരണ, തെറ്റിദ്ധാരണക്കാണ് നമ്മളെന്ന് പറയുന്നത്. അത്ര വലിയ വേർഡാണ് ഗലത് ഫഹമി അല്ലേ. ये तुम्हारी गलत फहमी है, അതൊരു സ്ത്രീലിംഗമാണ്, അതുകൊണ്ടാണ് ഈ തെറ്റിദ്ധാരണ ഒരു സ്ത്രീലിംഗമാണ്. അപ്പോൾ ये तुम्हारी गलत फहमी है, ഇത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ठीक है, ഉസ്കി ഇത്നി ഹിമ്മത്ത്, അവന് ഇത്രയും ധൈര്യമോ എങ്ങനെ പറയും നമ്മൾ, ഉസ്കി ഇത്നി ഹിമ്മത്ത്. ഓക്കെ, നെക്സ്റ്റ് ആപ്കി ഉമ്ര ക്യാ ഹൈ, ഉമ്ര സ്ത്രീലിംഗം. ഓക്കെ, അപ്പോൾ ആപ്കി ഉമ്ര ക്യാ ഹൈ എന്ന് പറഞ്ഞത് എന്താണ് താങ്കളുടെ പ്രായം. നിങ്ങളുടെ നേരിട്ട് വിചാരിക്കേണ്ട നിങ്ങൾ. ഓക്കെ, താങ്കളുടെ ഇതാണ്. ठीक है, തുമാരി ഉമ്ര ക്യാ ഹൈ, നിങ്ങളുടെ പ്രായം എത്ര. ആപ്കി ഉമ്ര ക്യാ ഹൈ, താങ്കളുടെ വയസ്സ് എത്ര. ठीक है, രമേഷ് കി ഉമ്ര ക്യാ ഹൈ, രമേഷിൻ്റെ വയസ്സ് എത്ര. സീതാ കി ഉമ്ര ക്യാ ഹൈ, സീത വന്നുകൊണ്ടാണോ കീ വന്നത്, രമേഷ് വന്നതാണോ കീ അല്ല. ഉമ്ര എന്ന് പറയുന്നത് എന്താണ്, ഒരു ഏജ് എന്ന് പറയുന്നത് ഒരു എന്താണ് സ്ത്രീലിംഗ ശബ്ദമാണ്. ഓക്കെ, അപ്പോൾ ആപ്കി ഉമ്ര ക്യാ ഹേ എന്ന് പറഞ്ഞാൽ താങ്കളുടെ ഏജ് എന്താണ്. ഉസ്കി ഉമ്ര ക്യാ ഹേ, അവൻ്റെ വയസ്സ് എത്രയാണ്. ഉസ്കി ഉമ്ര ക്യാ ഹേ, അവളുടെ വയസ്സ് എത്രയാണ്. ठीक है, വഹ് ജൽദി ठीक हो जाएगा, അവൻ ഉടൻ സുഖം പ്രാപിക്കും. ഇതൊക്കെ നിങ്ങൾ ദിവസം ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ്, നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ. പക്ഷേ നിങ്ങൾക്ക് ചെറിയൊരു സംശയമുണ്ട്. നമ്മൾ ആരെയും കണ്ടാലും നമ്മൾ ആപ്ക ഉമ്ര ക്യാ ഹേ എന്ന് പറഞ്ഞാൽ എല്ലാം തെറ്റില്ലേ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങളത് മൈൻഡിൽ കുറച്ചെങ്കിലും വെക്കാൻ ശ്രമിക്കുക. ठीक है, വഹ് ജൽദി ठीक हो जाएगा, അവൻ പെട്ടെന്ന് തന്നെ ഉടൻ തന്നെ സുഖം പ്രാപിക്കും. കൃപയാ നിരാശ് നാ ഹോ, ദയവായി നിരുത്സാഹപ്പെടുത്തരുത്. ठीक है, നിരാശ് നാ ഹോ. നോക്കാം, അപ്പനെ ജൂത്തേ പേനോ, ഇവിടെ അപ്പനെ വന്നു. എന്തുകൊണ്ട് വന്നു, ഈ ജൂത്തേ എന്ന് പറയുന്നത് എന്താണ്, ഒരു ബഹുവചനാണല്ലോ, അതുകൊണ്ടാണ് അപ്പനെ ജൂത്തേ പേനോ എന്ന് വന്നത്. ठीक है, നിങ്ങൾ നിങ്ങളുടെ ഷൂ ധരിക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ നിങ്ങളുടെ ഷൂ ധരിക്കൂ എന്ന് പറയാൻ വേണ്ടി നമുക്ക് തും അപ്പനെ ജൂത്തേ പേനോ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒരാളെ കണ്ട് നേരിട്ട് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം, യാർ അപ്പനെ ജൂത്തേ പേനോ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ നിങ്ങളെ ഷൂ ധരിക്കൂ എന്നാണ്. ठीक है, അപ്പനെ അപ്പനി എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവൻ എന്തായാലും പ്ലേലിസ്റ്റിൽ പോയി നിങ്ങൾക്ക് കിട്ടും. നല്ല ഇമ്പോർട്ടൻ്റ് ക്ലാസ്സാണ്. ठीक है, കീച്ചടി, ചെളിക്കാണ് കീച്ചടി എന്ന് പറയുന്നത്. ठीक है, കീച്ചഡ് അന്തർമത്ത് ലാന, ചെളി അകത്ത് കൊണ്ടുവരരുത്. ठीक है, കീച്ചഡ് അന്തർമത്ത് ലാന എന്ന് പറഞ്ഞത് നീ ആരെങ്കിലും ചളിയെല്ലാം ചവിട്ടിയിട്ട് ചേർപ്പിട്ടിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ നമുക്കെന്ന് പറയാം, ബൈ കീച്ചഡ് അന്തർമത്ത് ലാന എന്ന് പറഞ്ഞാൽ ചെളി നീ അകത്ത് കൊണ്ടുവരരുത് കേട്ടാ. ഷൂവിൽ ചെരുപ്പിൽ കച്ചറി ഉണ്ടെങ്കിൽ അത് ചളി കളഞ്ഞിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കീച്ചഡ് എന്ന് പറഞ്ഞാൽ ചളിക്കാന്ന് പറയില്ല. ठीक है, തുമാര കൊപ്പടിമേ കീച്ചടയൊക്കെയാ എന്ന് പറഞ്ഞാൽ നിൻ്റെ തലയിൽ എന്താണെന്ന് ചളിയാണോ എന്ന് പറയാറില്ലേ. ഓക്കെ, അപ്പോൾ ചളി കീച്ചട്. ഓക്കെ, ऐसी हरकत मत करो, അങ്ങനെ ചെയ്യരുത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. ऐसी हरकत मत करो. ठीक है, मैंने ये नहीं किया, ഞാനല്ല അത് ചെയ്തത്. ठीक है, मैंने ये नहीं किया, ഞാനല്ല അത് ചെയ്തത്. किस प्रकार करना है, ഏത് വിധത്തിലാണ് ചെയ്യേണ്ടത്. ठीक है, किस प्रकार करना है, ഏത് വിധത്തിലാണ് ചെയ്യേണ്ടത്. ठीक है, ബാത്തോ കോ ഗുമാവോ മത്ത്, കാര്യങ്ങൾ വളച്ചൊടിക്കരുത്. വളച്ചൊടിക്കുന്നതിന് നമ്മൾ ഗുമാന എന്ന് പറയുന്നത്. ठीक है, ഗുമാന എന്ന് പറഞ്ഞാൽ കറക്കുക എന്നാണ്. പക്ഷേ ബാത്തൊക്കെ ഗുമാമത്ത് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ തിരിക്കരുത് അല്ലെങ്കിൽ വളച്ചൊടിക്കരുത് എന്നൊക്കെ പറയാം. ഓക്കെ, ഉൾട്ടാ സീതാ കാം മത് കറോ, ഉൾട്ടാ സീത എന്ന് പറഞ്ഞാൽ വിപരീതം എന്നാണ് അർത്ഥം. ठीक है, അപ്പോൾ ഉൾട്ടാ സീതാ കാം മത് കറോ, ഇതൊക്കെ നിങ്ങൾ ഡെയിലി കേൾക്കുന്നില്ലേ. പക്ഷേ നിങ്ങൾ കറക്റ്റായിട്ട് സെൻറ്റൻസിൻ്റെ കറക്റ്റ് മീനിങ് ആണ് ഞാനിപ്പോൾ പറഞ്ഞിരുന്നത്. ठीक है, ഉൾട്ടാ സീതാ കാം മത് കറോ. ठीक है, വിപരീതമായി ചെയ്യരുത് എന്നാണ്. ठीक है, ടേടാമേട, ടേടാമേട എന്ന് പറഞ്ഞല്ലോ, അത് പറയാം നിങ്ങൾക്ക് എന്താന്ന്, വളഞ്ഞ് പുളഞ്ഞ് അല്ലേ. ടേടാമേട എന്ന് പറഞ്ഞാൽ ഒരു കമ്പി ടേടാമേട എന്ന് പറഞ്ഞാൽ എന്താന്ന് അപ്പോൾ എന്താണെന്ന് അതിൻ്റെ അർത്ഥം, അതൊരു കമ്പി വളഞ്ഞതാണ് എന്നാണ് അർത്ഥം. ठीक है, ഉസേ ബദ്നാം മത് കറോ, അവനെ അപമാനിക്കരുത്. ठीक है, ബദ്നാം കർണ അപമാനിക്കുക. ठीक है, ഉസേ ബദ്നാം മത് കറോ. ठीक है, നെക്സ്റ്റ്
अब से हम किराए पर नहीं रहेंगे. കിരായ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട. ठीक है, റെൻറ്റിനാണ് നമ്മളെന്ന് പറയുന്നത് കിരായ എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് വാട എന്നും പറയും. अब से हम किराए पर नहीं रहेंगे. ഇനി മുതൽ ഞങ്ങൾ വാടകയ്ക്ക് നിൽക്കില്ല. കൃപയ സഹമത് ഹോ. സഹമത്ത് എന്ന് പറഞ്ഞാൽ എഗ്രി. ठीक है, സമ്മതിക്കുക. അപ്പോൾ കൃപയ സഹമത് ഹോ എന്ന് പറഞ്ഞാൽ ദയവായി സമ്മതിക്കൂ. ജാനാ തോ ജാവോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾ പോയിക്കോ. ജാനാ ഹേ തോ ജാവോ, കർണാ ഹേ തോ കറോ, ചെയ്യണമെങ്കിൽ ചെയ്യൂ. ठीक है, സോനാ ഹേ തോ സോ ജാവോ, ഉറങ്ങണമെങ്കിൽ ഉറങ്ങൂ. ठीक है, എന്ത് 3 സെൻറ്റൻസ് പഠിച്ചില്ലേ നിങ്ങൾ? ഈ ജാനാ തോ ജാ, പോകണമെങ്കിൽ പോ. ठीक है, കർണാ തോ കറോ, ചെയ്യണമെങ്കിൽ ചെയ്യൂ. സോനാ ഹേ തോ സോ ജാവോ, ഉറങ്ങണമെങ്കിൽ ഉറങ്ങ്. ठीक है, പഠനാ ഹേ തോ പഠോ, പഠിക്കണമെങ്കിൽ പഠിക്കൂ. ठीक है, ആപ്കോ കിസ്സെ മിൽനാ ഹൈ എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് ആരെയാണ് കാണേണ്ടത്? ആപ്കോ കിസ്സെ മിൽനാ ഹൈ, താങ്കൾക്ക് ആരെയാണ് കാണേണ്ടത്. ठीक है, തുംകോ കിസ്സെ മിൽനാ ഹൈ, നിങ്ങൾക്ക് ആരെയാണ് കാണേണ്ടത്. ठीक है, आप यहाँ अंदर कैसे आए? भाई बता, आप यहाँ अंदर कैसे आए, താങ്കൾ എങ്ങനെയാണ് ഇവിടെ വന്നത്? ठीक है, आप यहाँ अंदर कैसे आए, താങ്കൾ എങ്ങനെയാണ് ഇവിടെ വന്നത്? आप मुंबई कब जाओगे? താങ്കൾ, ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണ്ട. ഓക്കെ, നിങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ടത് തായാന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ആ മുംബൈ കബ് ജാവോगे, താങ്കൾ എപ്പോഴാണ് മുംബൈയിലേക്ക് പോകുന്നത്? ആ ദില്ലി കബ് ജാവോगे, താങ്കൾ എപ്പോഴാണ് ദില്ലിയിലേക്ക് പോകുന്നത്? ആ ഹരിയാന കബ് ജാവോगे, താങ്കൾ ഹരിയാനയിലേക്ക് എപ്പോഴാണ് പോകുന്നത്? ആ ചണ്ഡീഗഡ് കബ് ജാവോगे, താങ്കൾ ചണ്ഡീഗഡിലേക്ക് എപ്പോഴാണ് പോകുന്നത്? ആ കേരള കബ് ജാവോगे, ആ കേരളത്തിലേക്ക് എപ്പോഴാണ് പോകുന്നത്? ഓക്കെ, മുംബൈക്ക് പകരം നിങ്ങൾ ഏതും വെച്ചോ, ഒരു തെറ്റുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇന്ന് ഏകദേശം 50 സെൻറ്റൻസുകൾ പഠിച്ചു. അതിൽ ചെറിയ ചെറിയ വേർഡ്സ്, നിങ്ങൾ എത്ര ഇമ്പോർട്ടൻ്റ് വേർഡ്സ് പഠിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വരാം. ठीक है,